പത്മം ഒന്നുകൂടി വന്നേ. എന്താ എന്താ പുണ്യേട്ടാ? എന്താ നീ ഉണ്ടോ പത്മം? ഒന്ന് പോടാ അവിടെ. എന്താ എന്താ ഈർക്കിൽ എന്നാക്കി പോയോ? നിന്റെ മോൻ പറഞ്ഞു നീ കേട്ടോ? ഇവിടെ ഇരുന്ന് കുശുശുത്ത് അടുക്കളയിരിക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നേ? ഉണ്ണികൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് വരണമെന്ന്. ആ ഇതാ ഇപ്പൊ നന്നായേ. ബിഎഡുകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നാടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഉദ്യോഗം തെണ്ടി അടക്കാൻ ഇനി എന്നെ കൊണ്ട് വയ്യ. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം. ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആത്മധൈര്യം ഇല്ല. നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാടം വെച്ച് പഠിപ്പിക്കണമായിരുന്നു. കൃഷിക്കാരനാണെന്ന് പറഞ്ഞങ്ങോട്ടിയല്ലേ ദമയന്തിയ കമലാക്ഷി വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കും. അതല്ലതാ അവിടെ ആലോചനക്കാരതല്ല. നീയാണോടാ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയിട്ട് കട്ടയറുപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യാഭിലാഷം. അയ്യടാ അവന്റെ ഒരു അന്ത്യാഭിലാഷം. വേറൊന്നും വേണ്ടേ? ചുമ്മാ അല്ല അവനൊരു ജോലി തരാവാത്തത്. ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി ചുമ്മാ ഇരിക്കാൻ വയ്യ. ആ പാടത്തിറങ്ങി 4 കളകളച്ചാൽ അത്രയിലും വയ്യ. എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലങ്ങളുടെ മുറ്റത്ത് കിടന്ന് ഉണ്ടിട്ടില്ലേ, അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. ഇതിലൊരു പരസ്യമുണ്ട്, നോക്കട്ടെ. നോക്കട്ടെ. ഇംഗ്ലീഷ് പത്രമാണല്ലോ, അപ്പൊ ഏതാണ്ട് വലിയ ജോലിയായിരിക്കും. എന്ത് ജോലിയാ? മോള് വായിച്ചില്ലേ? എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറാ പറഞ്ഞത് വലിയ ഉദ്യോഗമാണെന്ന്. സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ BA നീ കണ്ടുപിടിച്ച ജോലി കൊള്ളാം. പുറത്ത് പറയാൻ കൊള്ളാത്ത പണിയാണോ? എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ ഉണ്ണി. ഉദ്യോഗ പേര് കേട്ട് ആരും ഞെട്ടരുത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാ എന്താ ഉണ്ണി? ഞാൻ പറയാം. CBI ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറ്റാന്വേഷകരാണ് ഡിറ്റക്ടീവ്സ്. ഉള്ളതാണോടാ? ട്യൂട്ടോറിയൽ കോളേജിലാ പഠിക്കുന്നെങ്കിൽ അവർക്ക് വിവരമുണ്ട്. അല്ല, പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ ഒരു പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തരക്കെട്ടില്ലല്ലോ. എന്താ പരസ്യത്തിൽ പറഞ്ഞേക്കണേ? സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിറ്റക്റ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ടെന്ന്. ഇത് നല്ല ജോലിയാണ് ചാ. ചേട്ടൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സാ. ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്കെന്താ CID പണിയായിരുന്നോ? ഞാനൊരു വനിതാ മാസികയിൽ വായിച്ചതാ. വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് ധൈര്യമുള്ളവർക്ക് ഈ പണി പറ്റും. പരസ്യം വായിച്ച് ചിരിച്ചതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന്. പിന്നെ ഉണ്ണേട്ടിന് പേടിയാണെങ്കിൽ അപേക്ഷിക്കണ്ട. പേടിയോ? അയ്യേ കഷ്ടം. എടി, ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാനൊരു CID ആയ ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ? പിന്നെ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം? പോണ അവിടുന്ന്. വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നിനക്ക് ഈ പണി മതി. രാഷ്ട്രീയക്കാരും മിനിറ്റ് സ്ഥലം മാറ്റി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനേക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ്? 4 ആളെ മുഖത്ത് നോക്കി പറയാൻ നല്ല അന്തസ്സുള്ള പണിയാ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് അപേക്ഷ അയക്കാൻ നോക്കുമോനെ. ഓ, നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ല ഈ CID പണി. ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം. ഇനി പലവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ. ഉണ്ണീഷ, യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാ ഞാൻ നിന്നൊരു BA ഇനി ഒരു പ്രൈവറ്റ് പോലീസ് ആകാൻ ശേഷിക്കുന്ന പാഠം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം. അയക്കടാ മോനെ. ആപ്ലിക്കേഷൻ അയക്കുണ്ണേട്ടാ. അല്ല, പാഠം വേണ്ട. എനിക്ക് സമ്മത. എന്റെ പാറയ്ക്കാവിലമ്മേ, ഇതവന്റെ 52ാമത്തെ അപേക്ഷ. ഇതെങ്കിലും പത്മാലയത്തിൽ ഉണ്ണികൃഷ്ണൻ BA കത്തുണ്ടോ? ഇല്ല. കൊള്ള പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. നീ ഇവിടെ തന്നെ നിന്നോണം. ആരെങ്കിലും വന്ന് സിഗ്നൽ തന്നാ മതി. പിന്നെ
ആരെങ്കിലും വന്നാ ഞാൻ എന്ത് ചെയ്യും? എന്ത് തരണമെന്ന് പറഞ്ഞിട്ടാ പട്ടി. ആ, തരാം തരാം. എന്തിനാ ഉണ്ണേട്ടാ ഇപ്പൊ അങ്ങോട്ട് വന്നത്? ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അച്ഛൻ വായനശാലയിൽ നിന്ന് വരേണ്ട നേരായി. ആരും കാണത്തൊന്നുമില്ല. കുഞ്ചുനെ ഞാൻ കാവലം നിർത്തിയിട്ട് വന്നിരിക്കുക. പിന്നെ നിന്റെ ഉണ്ണിയേട്ടനൊരു സിഐഡി ആവും പോലെ. അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പതുങ്ങിയൊക്കെ കാണേണ്ടി വരും. പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും. അതിന്റെ ഒരു റിഹേഴ്സലാണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഉണ്ണേട്ട ഈ ജോലിക്ക് പോകണ്ട. പോവാതിരുന്ന നിന്നെ ആ ഗൾഫുകാരെ മുറത്തിറക്കം കെട്ടിക്കൊണ്ടുപോയില്ലേ? എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ ദൈവമേ, ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. വഴക്ക് പറയത്തില്ലെന്ന് പാറേക്കാവിൽ ഭഗവതിയെ പിടിച്ച് സത്യം ചെയ്താൽ മറന്നോ? അയ്യോ, ഇത് വഴക്കാണോ? അത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ. അപ്പുണ്ണേട്ടാ, എന്താ വാസു? ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാർഡ് വന്നു എന്ന് ദമയന്തി പറയണ കേട്ടു. ഉള്ളതാണോ? അതെ. ഈ ജോലിയെപ്പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. വലിയ പദവിയും പത്രാസുള്ള ഉദ്യോഗമാണെന്ന് പറഞ്ഞത്. മാത്രോ നല്ല ശമ്പളോ. അയ്യോ വാസു, സ്വാധീനം ചെലുത്തേ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ഒരു ശ്രമം നടത്തി നോക്കായിരുന്നു. ഏയ്, ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാൻ വന്ന അതല്ല. സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്താ അത്? CID പണിയാകുമ്പോ വെറും കുറ്റാന്വേഷണ നോവലുള്ള പരിജ്ഞാനം മാത്രം പോരാ. കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം. അതിനിപ്പോ എന്ത് ചെയ്യും? രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡ് ആയ ഒരു ഋഷികേശൻ നായർ. അയാളെ കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. എന്നാ അയാളെ വരുത്താം. പക്ഷെ കക്ഷി ഇപ്പൊ എവിടെയുണ്ടെന്ന് രാഘവന് തിട്ടമില്ല. അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം. ഓ, അത് സാരമില്ല. വാസു ഒരു കാര്യം ചെയ്യും. ആ ഋഷികേശനാരെ എങ്ങനെയും തപ്പിയെടുക്കാൻ നോക്ക്. പപ്പുണ്ണിയില്ലേ? ആരാ? മനസ്സിലായില്ല. അതൊക്കെ നേരിട്ട് പറയാം. വിളിക്കേ. അക്രമൊന്നും കാണിക്കല്ലേ. അങ്ങേരൊരു പാവം. അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങേരോടല്ല, അങ്ങേരുടെ മകനോടാണ്. ഉണ്ണികൃഷ്ണല്ലേ ഇവിടെ? അയ്യോ, അവൻ അങ്ങേരെക്കാളും പഞ്ചപാവോ. അതേ, ഒന്നിങ്ങോട്ട് വന്നേ. വിളിക്കേ, വേഗം വിളിക്കേ. താഴെ വയസ്സാറേ, നിങ്ങൾ എന്താണോ നിൽക്കുവാ? ആരെങ്കിലും ഓടി വന്ന് പോലീസിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. വരൂ വരൂ. നിങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ ആരെയും കൊല്ലാൻ വന്നതല്ല. ഇദ്ദേഹത്തിന്റെ മകനെ CID ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ. എന്നാ പിന്നെ ഇയാൾക്കത് നേരത്തെ പറഞ്ഞു തുടക്കാൻ വിചാരിച്ചു. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആൾ തന്നെയല്ലേ? അതെ, മിസ്റ്റർ ഋഷികേശൻ നായർ, റിട്ടയർഡ് ട്രെയിനർ, പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാട് PO, തിരുവനന്തപുരം 14. ഇനി എല്ലാവരും പൊക്കോളൂ. ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം. ഓ, ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഓട്ടെ പപ്പുണ്ണേട്ടാ. സോറി മിസ്റ്റർ പപ്പുണ്ണി, നിങ്ങളുടെ മകന് വേണ്ടി ഞാനൊരു ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല. അറിഞ്ഞൂടായിരുന്നു, ക്ഷമിക്കണം. പൊട്ടും പൊട്ടും. ഇരിക്കാം. ടൈലർ ഈ മുണ്ട് അങ്ങോട്ട് കൊടുത്താട്ടെ. പ്രായമായ പെങ്കച്ചുള്ള വീടാ. അയ്യോ, എന്റെ മുണ്ട് വഴിയിൽ ഉരിഞ്ഞു പോയതൊന്നുമല്ല. ഇതാണ് എന്റെ സ്ഥിരം വേഷം. അടിവസ്ത്രം മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ. തുണി എടുത്തോണ്ട് പഠിപ്പിക്കാനെങ്കിൽ പഠിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലറെ നോക്കിക്കോളാം. പത്മാവതി, എന്ത് വേണം പത്മാവതിക്ക്? നാണോ മാനമുള്ള ഒരു ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ മോനെ പഠിപ്പിക്കാൻ?